അവൻ ആദാമിനെയും ഹവ്വയെയും മനുഷ്യകുലത്തിൻ്റെ ആദ്യ മാതാപിതാക്കളാക്കി അവരെ ഏദനെന്ന മനോഹരമായ തോട്ടത്തിൽ പാർപ്പിച്ചു. ദൈവം അവരോടൊപ്പം നടക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ സാന്നിധ്യത്തിൽ ആനന്ദിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടം. ദൈവം അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. സ്വാതന്ത്ര്യത്തിനോടൊപ്പം ഒരു മുന്നറിയിപ്പും കൊടുത്തു. ആ മുന്നറിയിപ്പ് ലംഘിച്ച് അവരുടെ ഒരു അനുസരണക്കേട് അത് മനുഷ്യയുടെ ചരിത്രം തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു. എങ്കിലും ഇത് ഒരു വീഴ്ചയുടെ കഥ മാത്രമല്ല, ഇത് നമ്മുടെ പിതാവിൻ്റെ അവസാനമില്ലാത്ത സ്നേഹത്തിൻ്റെ കഥയാണ്. ഏദൻ ആദ്യ ദമ്പതികത്തായിലെ അന്തിമ ബലി വരെ ദൈവം നോക്കൂ, എല്ലാം എത്ര മനോഹരം! മരങ്ങൾ, നദികൾ, ഈ ഇളം കാറ്റ്, ഇതെല്ലാം ദൈവം നമുക്ക് തന്നതല്ലേ? അതെ ഹവ്വ, ഏദൻ പൂർണ്ണമാണ്. അതിലുപരി ദൈവം നമ്മോടൊപ്പം നടക്കുന്നു. നമുക്ക് ഒന്നിനും കുറവില്ല. നമ്മൾ അവനെ അന്വേഷിക്കേണ്ടതില്ല, ഒളിച്ചിരിക്കേണ്ടതുമില്ല. അവൻ നമ്മോട് ഒരു പിതാവിനെ പോലെ സംസാരിക്കുന്നു. ആദം, നീ അവരെ കാണുന്നുണ്ടോ? ആ, തീർച്ചയായും. നിങ്ങൾ നമ്മുടെ കൊച്ചുമക്കളായിരിക്കണം, തലമുറകൾക്ക് ശേഷം വരുന്നവർ. എത്രയോ വലിയ സമൂഹം, എനിക്ക് എണ്ണാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ഏദൻ തോട്ടത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഥ നിങ്ങളോട് പറയാനാണ് ഇന്ന് ഇവിടെ വന്നത്. അത് അഭിമാനത്തിന്റെ കഥയല്ല, മുന്നറിയിപ്പിന്റെ കഥയാണ്. അതോടൊപ്പം പ്രത്യാശയുടെ കഥയും. നിങ്ങൾ കാണുന്ന ഈ തോട്ടം, ഇതാണ് ഏദൻ തോട്ടം. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ദൈവം ഞങ്ങളെ ഇവിടെ പാർപ്പിച്ചു. ഇവിടെ എല്ലാം പൂർണ്ണമായിരുന്നു. ദൈവം ഞങ്ങളോടൊപ്പം നടന്നു. ഞങ്ങൾ അവനോട് സ്വതന്ത്രമായി സംസാരിച്ചു. ഞങ്ങൾ ജോലി ചെയ്തു, പക്ഷേ വേദനയില്ലാതെ. ഞങ്ങൾ ജീവിച്ചു, ഭയമില്ലാതെ. ഞങ്ങൾ സ്നേഹിച്ചു, ലജ്ജയില്ലാതെ. ദൈവം ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകി. അവൻ നമുക്ക് എല്ലാം തന്നു. എന്നാൽ ഒരു കൽപ്പന ഒഴികെ. ഹൗവേ, ദൈവം നിങ്ങളോട് ഈ വൃക്ഷത്തിലെ ഫലം കഴിക്കരുതെന്ന് വാസ്തവത്തിൽ പറഞ്ഞോ? ദൈവം പറഞ്ഞിട്ടുണ്ട്, തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഞങ്ങൾക്ക് കഴിക്കാം. പക്ഷേ നല്ലതിന്റെയും ചീത്തയുടെയും അറിവിന്റെ ഈ വൃക്ഷത്തിലെ ഫലം കഴിക്കരുത് എന്ന് അവൻ കൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിച്ചാ ഞങ്ങൾ മരിക്കും. മരിക്കുമോ? ഇല്ലേ ഇല്ല, നിങ്ങൾ മരിക്കില്ല. നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. നിങ്ങൾ ദൈവത്തെ പോലെയാകും, നല്ലതും ചീത്തയും അറിയുന്നവരായി മാറും. കണ്ണു തുറക്കുകയോ? അതെങ്ങനെ? അതെ, നീ ദൈവത്തെ പോലെയാകും.
നന്മ തിന്മകളെ തിരിച്ചറിയുന്നവൻ. ദൈവം എന്തിനാണ് അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? നോക്കൂ, അത് എത്ര നല്ലതാണെന്ന് അറിയാമോ? ഇത്രയും മനോഹരമായ ഒന്ന് എന്തിനാ ദൈവം കഴിക്കരുതെന്ന് പറയുന്നത്? തീർച്ചയായും ദൈവം നിങ്ങളിൽ നിന്നും എന്തോ മറക്കുന്നു. കുട്ടികളെ, ഇവിടെയാണ് എല്ലാം മാറിയത്. ഹൗവ, എന്തോ കുഴപ്പമുണ്ട്. എനിക്കെന്തിനാണ് ലജ്ജ തോന്നുന്നത്? അത് നമ്മളെ ഒന്ന് നോക്കിക്കേ. നമ്മൾ വിളിക്കേണ്ടതുണ്ട്. ആദം, 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 നീ എവിടെയാണ്? ഞാൻ നിന്റെ വിളി കേട്ടു, ഭയന്നു. അതുകൊണ്ട് ഞാൻ ഒളിച്ചു. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? കഴിക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച മരത്തിൽ നിന്ന് നീ കഴിച്ചുവോ? അതെ, നീ എനിക്ക് തന്ന സ്ത്രീ, അവൾ എനിക്ക് ആ ഫലം തന്നു. അവളും കഴിച്ചു. കർത്താവേ, ആ സർപ്പം എന്നെ വഞ്ചിച്ചു. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. സർപ്പമേ, നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ ആയുഷ്കാലം മുഴുവൻ വയറിലിഴഞ്ഞ് നീ സഞ്ചരിക്കും. നിന്റെ ജീവിതകാലമൊക്കെയും നീ ഭൂമിയിലെ പൊടി തിന്നും. നിനക്കും സ്ത്രീക്കും ഇടയിൽ, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ഇടയിൽ ഞാൻ വൈര്യം സ്ഥാപിക്കും. നീ അവന്റെ കുതുകാൽ വെട്ടും, എന്നാൽ അവൻ നിന്റെ തല തകർക്കും. ആദമേ, ഹൗവയെ, നിങ്ങൾ പ്രലോഭനത്തിന്റെ ശബ്ദം കേട്ട് എന്റെ ആജ്ഞ അനുസരിക്കാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ കാരണത്താൽ ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. വേദനയോടെയും കഷ്ടപ്പാടിലൂടെയും നിങ്ങൾ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. നിങ്ങളുടെ ജീവിതകാലമൊക്കെയും അത് നിങ്ങൾക്കായി മുള്ളുകളും കാട്ടുപുല്ലുകളും ഉൽപ്പാദിപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നിങ്ങൾ ഭക്ഷിക്കും. നിന്റെ നെറ്റിയിലെ വിയർപ്പോടെ നീ നിന്റെ ആഹാരം കഴിക്കും. നീ ഭൂമിയിലേക്ക് മടങ്ങുന്നത് വരെ നീ പൊടിയായതിനാൽ പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. പാപം മരണത്തെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എന്റെ കരുണ മോചനത്തെ കൊണ്ടുവരും. ആദമേ, ഹൗവേ, കർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കാതിരുന്നതിനാൽ ഇനി നിങ്ങൾക്ക് ഏദൻ തോട്ടത്തിൽ തുടരാൻ കഴിയുകയില്ല.
അരുതേ, ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടെയായിരുന്നോ ഞങ്ങൾ ദൈവത്തോടൊപ്പം നടന്നത്? തിരിച്ചു വരാൻ ഇനി ഒരു വഴിയുമില്ലയോ? നിങ്ങൾ ചെയ്ത പാപം കാരണം ദൈവത്തിൻ്റെ വിശുദ്ധി വസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാനാകില്ല. ഇനി നിങ്ങൾ ലോകത്തിലേക്ക് പോകണം. അവിടെ അധ്വാനവും വേദനയും പോരാട്ടവും ഉണ്ടാകും. എന്നാൽ ശ്രദ്ധയോടെ കേൾക്കൂ. നിങ്ങൾ ഏതലിൽ നിന്ന് പുറത്തായെങ്കിലും മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് പുറത്താകപ്പെടില്ല. ദൈവം ഞങ്ങളെ ഇനി ഓർക്കുമോ? അതെ, കർത്താവ് തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒരു ദിവസം അവനൊരു രക്ഷകനെ അയക്കും. ഒരു രക്ഷകൻ ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ശേഷം വരുന്ന എല്ലാ തലമുറകൾക്ക് വേണ്ടി. ഇനി പോകൂ. എന്നാൽ ഈ വാഗ്ദാനം നിങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുക. അവിടെ നിന്നും ഞങ്ങളെ പുറത്തേക്ക് അയച്ചു, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ദൂരെ. മക്കളെ, ഞങ്ങളുടെ ഒരു അനുസരണക്കേടിൻ്റെ അനന്തരഫലം ഇവിടെ അവസാനിച്ചില്ല. ഞങ്ങൾ മനുഷ്യരാശിയിൽ പാപം കൊണ്ടുവന്നു. വേദന, അസൂയ, ഹിംസ, അഹങ്കാരം, മരണം എല്ലാം ഞങ്ങളിലൂടെ ലോകത്തിലേക്ക് വന്നു. തലമുറകളോളം ഞങ്ങളുടെ തെറ്റിൻ്റെ ഭാരം എടുക്കേണ്ടി വന്നു. എങ്കിലും ദൈവം മനുഷ്യരെ ഉപേക്ഷിച്ചില്ല. അവൻ രക്ഷയുടെ വാഗ്ദാനം നൽകി. സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തന്റെ മകനെ അയച്ചു. ലോകത്തെ വിധിപ്പാനല്ല, എന്നാൽ രക്ഷിപ്പാനാണ്. മക്കളെ, ഞങ്ങളുടെ അനുസരണക്കേട് ഈ ലോകത്തിൽ മരണത്തെ കൊണ്ടുവന്നു. എന്നാൽ അവന്റെ ത്യാഗം ഈ ലോകത്തിന് രക്ഷ കൊണ്ടുവന്നു. ഏദനിലെ ആ വൃക്ഷത്തിൽ നിന്ന് ഗോൽഗോത്തായിലെ ഈ ക്രൂശിലേക്കുള്ള യാത്ര, മനുഷ്യരാശിയുടെ കഥ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടു. മക്കളെ, ഞങ്ങളുടെ കഥ ഒരു വീഴ്ചയിലൂടെയാണ് തുടങ്ങിയത്. പക്ഷേ നിങ്ങളുടെ കഥ ദൈവത്തിന്റെ കൃപയോടെ തുടരുന്നു. തെറ്റുകൾ സംഭവിച്ചപ്പോൾ പോലും ദൈവത്തിന്റെ സ്നേഹം അവസാനിച്ചില്ല. ഞങ്ങളുടെ കഥ ഒരു തോട്ടത്തിൽ തീരുന്നില്ല. നിങ്ങളിലൂടെയാണ് അത് തുടരുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയും സ്നേഹവും ക്ഷമയും ഇന്നും ലോകത്ത് നിലനിൽക്കുന്നു എന്നതിൻ്റെ സാക്ഷിയാണ് നിങ്ങൾ. ഞങ്ങളുടെ പ്രിയ മക്കളെ, നിങ്ങളുടെ വീട്, സ്കൂള്, ജോലി സ്ഥലങ്ങൾ എവിടെ പോകുമ്പോഴും ദൈവത്തോടൊപ്പം നടക്കുക. അവന്റെ ശബ്ദം കേൾക്കുക. ദൈവം നൽകിയ ലോകത്തെ പരിപാലിക്കുക. അനുസരണവും സ്നേഹവും തിരഞ്ഞെടുക്കുക. ക്രൂശിനെ നോക്കുക, ക്രൂശിന്റെ വഴി തിരഞ്ഞെടുക്കുക.